57-ാമത്തെ ശ്ലോകമാണ്. 57-ാമത്തെ. മഞ്ജുവിന്റെ ബുക്കുണ്ട്, മഞ്ജുവിനെ വായിക്കാവോ? വായിക്കാം. യസ്സർവത്രാനപി ശുഭാശുഭം നാഭിനന്ദതി ന ദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ആർ ഒരിടത്തും ഒന്നിലും ആസക്തിയില്ലാതെ ശുഭമോ അശുഭയോ വെറുക്കുകയോ ചെയ്യുന്നില്ലയോ അവന്റെ ബുദ്ധി ഉറച്ചതാണ്. വിദഗ്ധനായ ചിത്രകാരൻ താൻ വരയ്ക്കുന്ന ചിത്രത്തെ വിവിധ കോണുകളിൽ നിന്ന് മാറി വീക്ഷിച്ച് മികവുറ്റാക്കുന്നത് പോലെ സുന്ദരമാക്കാൻ ശ്രമിക്കുകയാണ്. വ്യക്തിയില്ലാതെ ജീവിതാനുഭവങ്ങളെല്ലാം സമചിത്തതയോടെ അഭിമുഖീകരിക്കുന്നവനത്രേ സ്ഥിതപ്രജ്ഞൻ. ഈ ശ്ലോകത്തെ മുഴുവനായി കണക്കിലെടുത്താലേ ഇവിടെ സൂചിപ്പിക്കുന്ന നിസ്സംഗതയുടെ അർത്ഥം വ്യക്തമാവൂ. വെറും നിസ്സംഗത ബ്രഹ്മനിഷ്ഠയുടെയോ വിവേക വിചാരത്തിന്റെയോ ലക്ഷണമല്ല. വിഷയവിരക്തി വന്നാൽ ബ്രഹ്മനിഷ്ഠ കൈവരിക്കാം എന്ന് കരുതി കർത്തവ്യ കർമ്മങ്ങൾ വെടിഞ്ഞ് അനാന്തരങ്ങളെ ആശ്രയിക്കുന്ന എത്രയോ മൂഢസാധകരെ കാണാം. അർജുനൻ തന്നെ ഇത്തരത്തിലുള്ള തന്റെ ഇംഗിതം തുടക്കത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. ഏകാന്തതയിൽ ഇരുന്ന് ആത്മസാക്ഷാത്കാരം നേടാമെന്നാണ് അയാൾ കരുതിയത്. ആത്മഹത്യാപരമായ വസ്തുത സംരംഭത്തിൽ നിന്ന് അർജുനോപദേശം ആരംഭിച്ചത് തന്നെ. ബുദ്ധിശൂന്യവും ആപത്കരവുമായ വൈകാരിക ബന്ധങ്ങളിൽ നിന്ന് വിരക്തനായി എന്നതുകൊണ്ട് മാത്രം സാധകന് ബ്രഹ്മനിഷ്ഠ കിട്ടില്ല. മനസ്സിനെ സന്തുലിതാവസ്ഥയിൽ നിർത്തുകയാണ് മുഖ്യം. ശുഭവും അശുഭവുമായ അനുഭവങ്ങൾ ജീവിതത്തിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അവയെ തുല്യ നിലയിൽ കാണാൻ കഴിയണം. ശുഭം അല്ലെങ്കിൽ നന്മ വരുമ്പോൾ മതിമറന്ന് സന്തോഷിക്കുകയോ അശുഭം അല്ലെങ്കിൽ തിന്മ വരുമ്പോൾ മനം നൊന്ത് കേഴുകയോ അരുത്. നിസ്സംഗനായി ജീവിക്കുന്നതിന് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുക എന്നല്ല, ഭോഗ്യ വിഷയങ്ങൾ പെടാതെ സ്വതന്ത്രനും സ്വധർമ്മനിരതനുമായി ജീവിക്കുക എന്നാണ് അർത്ഥം. ശീതകാലത്ത് എല്ലാരും കേക്കാവോ? ഗീച്ച് കേക്കാവോ? ഇല്ല, കേൾക്കുന്നില്ല ഇപ്പോഴേ. മഞ്ജു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൗണ്ട് ആ ഇല്ലാതെ ഫോൺ ആവുന്നുണ്ട്. ഫോണിന്റെ അതിന്റെ കുഴപ്പം. അവിടെ ചാർജില്ല. ഇപ്പൊ വന്നോ? ഇപ്പൊ കേക്കാമോ? ഇപ്പൊ കേക്കാം. ഇപ്പൊ കേക്കാം. അപ്പൊ നിസ്സംഗനായി ജീവിക്കുക എന്നതിന് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുക എന്നല്ല, ഭോഗ്യ വിഷയങ്ങൾ കടിമപ്പെടാതെ സ്വതന്ത്രനും സ്വധർമ്മ നിരതനുമായി ജീവിക്കുക എന്നാണ് അർത്ഥം. ശീതകാലത്ത് പ്രഭാതത്തിലെ തണുപ്പകറ്റാൻ വെയിൽ കായുമ്പോൾ സൂര്യരശ്മി കണ്ണിൽ കുത്തുവന്ന് പിന്നെയും പോയി. തണുപ്പകറ്റുകയാണ് ചെയ്യുന്നത്. വീണ്ടും പോയോ? അവസാനത്തെ സെന്റൻസ് വായിച്ചപ്പോൾ രശ്മി കണ്ണിൽ തട്ടാതെ നോക്കി ഇളം ചൂടേറ്റ് തണുപ്പകറ്റുകയാണ് വിവേകികൾ ചെയ്യുക. സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം. സുഖം മാത്രമേ വരാവൂ, ദുഃഖം വരരുത് എന്ന് ആഗ്രഹിക്കുന്നത് വിവരക്കേടാണ്. വന്നും പോയും ഇരിക്കുന്ന സുഖദുഃഖങ്ങളെ നിസ്സംഗ ഭാവത്തിൽ അഭിമുഖീകരിക്കുന്ന ബ്രഹ്മിഷ്ഠന് യാതൊന്നിന്റെയും നേരെ സന്തോഷമോ വെറുപ്പോ ഉണ്ടാവില്ല. മനസ്സിന്റെ നിറം ദൃശ്യവസ്തുക്കളിൽ ആരോപിക്കാതെ വസ്തുക്കളെ യഥാർത്ഥമായി കാണുന്ന, എല്ലാം പരമ്പൊരുളിന്റെ വിലാസം മാത്രമെന്ന് കാണുന്ന സിദ്ധപുരുഷന് ശുഭാശുഭ ഭേദകളല്ല. ഹർഷമോ വിഷാദമോ ഇല്ലാത്ത അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ അന്യരുടേതുമായി തുലനം ചെയ്യാനാവില്ല. ഒരിടത്തും ഒന്നിലും ആസക്തിയില്ലാതെ ശുഭമോ അശുഭമോ എന്തു വന്നാലും സന്തോഷിക്കുകയോ വെറുക്കുകയോ ചെയ്യുന്നില്ലയോ അവന്റെ ബുദ്ധി ഉറച്ചതാകുന്നു. അതാ ശുഭമോ അശുഭമോ നമ്മളെല്ലാം ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് അരുതാത്തതൊന്നും സംഭവിക്കരുത്, നല്ലതേ നടക്കാവൂ. നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെ. അപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും നടക്കത്തില്ല. എല്ലാ അരുതാത്തതും സംഭവിക്കും, വേണ്ടതും നടക്കും, വേണ്ടാത്തതും നടക്കും. പക്ഷെ ഇതിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു മനസ്സാ വേണ്ടത്. അപ്പം ഒന്നിനോടും വിശേഷ പ്രതിപത്തിയില്ലാതെ ജീവിതാനുഭവങ്ങളെ എല്ലാം സമചിത്തതയോടെ അഭിമുഖീകരിക്കുന്നവനത്ര സ്ഥിതപ്രജ്ഞൻ. ഈ ശ്ലോകത്തിലെ ആശയത്തെ മുഴുവനായി കണക്കിലെടുത്താൽ ഇവിടെ സൂചിപ്പിക്കുന്ന നിസ്സംഗയുടെ അർത്ഥം. നിസ്സംഗത എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ
ഒരു മണവും ഗുണവും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയല്ലത്. നമ്മളെല്ലാം അറിയുന്നു, എല്ലാം അറിഞ്ഞുകൊണ്ട് നമുക്ക് ആ നിസ്സംഗാവസ്ഥ. അല്ലാതെ ചില ഈ മാനസികമായിട്ട് ഈ ഡിപ്രഷൻ ഉള്ളവർക്ക് ഇങ്ങനെ ഒരു നിസ്സംഗതയുണ്ട്. അവര് എന്തോ ആയാലും ഒരേപോലെ ഇരിക്കും, ഒരേ മനസ്സിൽ. അങ്ങനെ ഒരു മനസ്സിൽ ഡിപ്രസ്ഡ് ഇരിക്കുന്ന ഒരു നിസ്സംഗതയല്ല ഇത്. നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയുന്നു, സന്തോഷമായാലും ദുഃഖമായാലും നമ്മൾ തിരിച്ചറിയുന്നു, പക്ഷെ അതിൽ നമ്മുടെ മനസ്സ് ചഞ്ചലപ്പെടുന്നില്ല. അങ്ങനെ ഒരു ആ നിസ്സംഗതയുടെ അർത്ഥം വ്യക്തം. വെറും നിസ്സംഗത ബ്രഹ്മനിഷ്ഠയുടെയോ വിവേക വിചാരത്തിന്റെയോ ലക്ഷണമല്ല. വെറും നിസ്സംഗത. വിഷയവിരക്തി വന്നാൽ ബ്രഹ്മനിഷ്ഠ കൈവരിക്കാം എന്ന് കരുതി കർത്തവ്യ കർമ്മങ്ങൾ വെടിഞ്ഞ് വനാന്തരങ്ങളെ ആശ്രയിക്കുന്ന എത്രയോ മൂഢസാധകരെ കാണാം. അർജുനൻ തന്നെ ഇത്തരത്തിലുള്ള തന്റെ ഇംഗിതം തുടക്കത്തിൽ വ്യക്തമാക്കിയുണ്ടായി. ഏകാന്തതയിലിരുന്ന് ആത്മസാക്ഷാത്കാരം നേടാമെന്നാണ് അയാൾ കരുതിയത്. ആത്മഹത്യാപരമായ പ്രസ്തുത സംരംഭത്തിൽ നിന്ന് അർജുനെ പിന്തിരിപ്പിക്കാണല്ലോ ഗീതോപദേശം. നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് ഈ ഗീതയൊക്കെ കുറച്ച് പഠിക്കുമ്പോഴൊക്കെ അവനവന്റെ ഇത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വിട്ട് ഇതിനകത്ത് പെട്ടെന്ന് ഇതിനകത്തോട്ട് മാറാം, ആത്മീയതയിലോട്ട് പോകാന്ന് പറഞ്ഞുകൊണ്ട് ഈ ചിന്താവിഷ്ടയായ ശ്യാമള എന്നുള്ള സിനിമയ്ക്കകത്ത് ഈ അവനവന്റെ വീട്ടിലുള്ള ഇതിനേക്കത്തൊക്കെ മാറിപ്പോകാനായിട്ട് ശ്രീനിവാസൻ ഒരു ആശ്രമത്തിൽ പോകുന്ന രംഗമുണ്ട്. അത് ഒക്കെ ഓർക്കുന്നുണ്ടോ? മനസ്സ് ഭയങ്കര അസ്വസ്ഥമാണ്, പക്ഷെ അതിനുവേണ്ടി ഒരു ആശ്രമത്തിൽ പോവാ. അവിടെ പോയി എങ്ങനെങ്കിലും എല്ലാത്തിനും ഒളിച്ചോട്ടമാ. ഈ ആത്മീയത എന്ന് പറഞ്ഞ ഒരു ഒളിച്ചോട്ടമാകരുത്. നമ്മൾക്ക് വന്നു ചേരുന്ന കാര്യങ്ങളെയെല്ലാം നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ട് ചെയ്യുന്നതിനെയാണ് എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് ആത്മീയത. നമ്മൾ നമ്മുടെ വികാരങ്ങളിൽ ദേഷ്യത്തിലും വിഷമത്തിലും ഒക്കെ ഇങ്ങനെ അങ്ങനെ കർമ്മം ചെയ്യുന്നത് സമചിത്തതയല്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും ഒളിച്ചോടാതെ എല്ലാത്തിനെയും ഫേസ് ചെയ്യണം. പലരും നമ്മളെ ഇങ്ങനെയൊക്കെ വരുന്നത് നമ്മൾ പലതും അവോയ്ഡ് ചെയ്യും. നമ്മൾ വരുന്നതിനെല്ലാം നമ്മൾ ഒഴിഞ്ഞു മാറും. ഇപ്പം ഓഫീസിലായാലും അല്ലെങ്കിൽ ഇവിടെ ആയാലും എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി അത് വേണ്ട, അതിനെ അങ്ങ് നമുക്കില്ലാതാകും. നമ്മൾ അതിനകത്ത് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. അങ്ങനെ ഒഴിഞ്ഞു മാറാതെ അത് വരുന്നതിനെ എല്ലാം നമ്മൾ ഈ ഒഴിഞ്ഞുമാറ്റം നമുക്കുണ്ട്. അതിനകത്ത് നിന്നൊക്കെ മാറിപ്പോവുക. എല്ലാത്തിനെയും നമ്മൾ ഫേസ് ചെയ്യും. നമ്മൾ ഇവിടെ ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കുന്നത് കുറച്ച് കർമ്മം ചെയ്യാതിരിക്കുമ്പോഴാണ് സുഖം. ഇന്നത്തെ ഒരു കാലത്ത് ജോലി എന്ന് പറയുമ്പോൾ ഒരു ജോലിയും ചെയ്യാതെ ശമ്പളം കിട്ടണം. പണ്ടത്തെ ഒരു കൺസെപ്റ്റാ. ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം അവന് നല്ല സുഖമാണ്, ഒരു ജോലിയും ചെയ്യണ്ട, മാസം മാസം ശമ്പളം കിട്ടും. അവന്റെ ഫ്രീഡത്തിൽ വെച്ച് ആ സമയത്ത് പോയതുകൊണ്ട് ചെന്നാൽ മതി, സൈൻ ചെയ്തിട്ട് ഇങ്ങനെ നമുക്കൊരു വൈറ്റ് കോളർ, നമുക്കൊന്നും മെയ്യനങ്ങാതെ നമ്മൾ എഫർട്ട് ഇടാതെ പൈസ കിട്ടണം. ഇതൊരു ജനറൽ കൺസെപ്റ്റ് ആയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത്. നമ്മൾ എഫർട്ട് എത്രത്തോളം ഇട്ട് അതിന്റെ പ്രതിഫലം വാങ്ങണം. പക്ഷെ അങ്ങനെയല്ല, ജോലി എത്രത്തോളം ചെയ്യാതിരിക്കാവോ അതിനാണ് നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു ആഭിമുഖ്യം കാണുന്നത്. നമ്മളെല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറ്റലാണ്. ഇപ്പോൾ ഓരോ ഓഫീസുകളിൽ പോയാൽ തന്നെ അറിയാം, അവരവരുടെ വർക്കുകൾ അവരവർ ചെയ്തു തീർത്താൽ ഒരു പ്രശ്നമില്ല. പക്ഷെ ഇതൊക്കെ പെൻഡിങ് വെച്ചിട്ടിരിക്കും. അവരവർക്ക് വരുന്ന ഫയലുകളായാലും എന്തുമായാലും ഇന്നത്തെ ഒരു കോമൺ ട്രെൻഡാണ്. എക്സെപ്ഷൻസ് ഉണ്ട്, കുറച്ചൊരു മൈനോറിറ്റിയുടെ ഇതനുസരിച്ചാണ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊന്നിനെയും നമുക്ക് വരുന്ന കർത്തവ്യം ഇപ്പം നമ്മുടെ വീട്ടിലായാലും പലതിനെയും നമ്മൾ അവോയ്ഡ് ചെയ്യും. നമുക്ക് ഇഷ്ടമില്ലാത്തതിനെയൊക്കെ നമ്മൾ പതുക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കും. നമുക്ക് വന്നു ചേർന്നിട്ട് അങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വീടുകളിൽ. അപ്പം നമ്മൾ എല്ലാത്തിനെയും എനിക്ക് ഇഷ്ടപ്പെട്ടതോ ഇഷ്ടപ്പെടാത്തതോ ആയിട്ടുള്ള ഇത് സിറ്റുവേഷൻസ് വന്നുകൊണ്ടിരിക്കും. പക്ഷെ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇതെനിക്ക് വന്നു ചേർന്ന സിറ്റുവേഷൻ, ഇതെനിക്ക് ഇഷ്ടമല്ല, നമ്മൾ ആ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. അവിടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ദുരിതം തുടങ്ങുന്നത് അവിടെ. നമ്മൾ രണ്ടിനെയും ഒരേപോലെ കണ്ടാൽ നമുക്ക് ആ ഒരു പ്രശ്നമില്ല. അപ്പം എപ്പോഴും നമ്മൾ ഈ ആത്മീയത എന്ന് പറയുന്നത് ഇതിനെയൊക്കെ വിട്ട് നമ്മളിരിക്കുന്ന സിറ്റുവേഷനൊക്കെ വിട്ട് പോയി എവിടെങ്കിലുമൊക്കെ പോയി ഇരുന്ന് നമുക്ക് ഇന്നത്തെ ഒരു ട്രെൻഡ് ഉണ്ട്, ആശ്രമത്തിൽ പോയിരുക എന്നുള്ളത്. ആശ്രമത്തിൽ പോയി ഇരുന്നിട്ട് അവിടെ ഈ ആശ്രമത്തിൽ പല ആശ്രമങ്ങളും ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഉള്ളവരൊക്കെ ഈ സാധാരണ നമുക്കൊരു മാറ്റം വരണം. റെസ്പോൺസിബിലിറ്റി ഒഴിഞ്ഞു പോയി ആശ്രമത്തിൽ ഇരുന്നിട്ട് കാര്യമില്ല. ഈ ജീവിതത്തിൻ്റെയൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റിയൊക്കെ കഴിഞ്ഞവരും ആശ്രമത്തിൽ പോകുന്നുണ്ട്. പക്ഷേ ആശ്രമത്തിൽ പോകുന്ന എന്തിനാ? എനിക്ക് പലതിനും പ്രാക്ടീസിനാ. അല്ലാതെ അവിടെ പോയി എൻ്റെ സൗകര്യം അനുസരിച്ച് എനിക്ക് ഇങ്ങനെ വേണം അങ്ങനെ വേണം. ഇത് ഒന്നും ഒരു പരിശീലനത്തിനും അല്ല ആശ്രമത്തിൽ പോകുന്നേ. എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് പോയി ആഹാരം കഴിച്ചിരിക്കണം, നാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഇതിനല്ല ആശ്രമം ഉള്ളത്.
അപ്പൊ നമ്മുടെയൊക്കെ ഓരോരുത്തർക്കും അവരവരുടെ കർത്തവ്യം ഏത് സ്റ്റേജിലായാലും അവരവർക്ക് ഓരോ കർത്തവ്യങ്ങളുണ്ട്. ആ കർത്തവ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ അതാ പറയുന്നത്, നമ്മുടെ അനിഷ്ടത്തിലുമാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏത് ഏജ് ഗ്രൂപ്പിലായാലും നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ്, നമ്മുടെ ശരികൾ ഓരോരുത്തരും അവരവരുടെ ശരികളിൽ കൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ശരിയും തെറ്റുമാണ് അധർമ്മം. അത് എൻ്റെ ഇഷ്ടങ്ങളാണ്. എൻ്റെ ഇഷ്ടം വന്നേക്കുന്നത് എവിടുന്നാ? ഈ ഇഷ്ടവും അനിഷ്ടവും എൻ്റെ വാസനയെന്നാ. വാസന ഒരു മാലിന്യമാണ്. അപ്പം ഈ ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്ന് വിട്ടിട്ട് ഈ കർമ്മഫലം, എനിക്ക് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ ഈ ആഗ്രഹം നിവൃത്തി കർമ്മങ്ങളായിട്ട് ചെയ്യണം. അതിനെ ഞാനെന്ന ഭാവത്തിൽ ചെയ്യാതെ എനിക്കിത് ഈ കർമ്മം ചെയ്ത് ഇതിന്റെ ഫലം എനിക്ക് കിട്ടണം, ഈ ഒരു ഇതിൽ ചെയ്യാതെ നമ്മൾ ഇതെന്റെ കർത്തവ്യമാണ് വന്നു കയറി, ഇത് കിട്ടിയാലും കിട്ടിയില്ലേലും എനിക്ക് ഒരേപോലെ, പക്ഷെ ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു കൺസെപ്റ്റിൽ ഇപ്പം നമ്മൾ പലരുടെയും, പിന്നെ ഇതിനൊരു വേറെ ലാസ്റ്റ് പാരഗ്രാഫിൽ ഒരു പോയിന്റ് വരുന്നുണ്ട്. വേണ്ടേ, മനസ്സിന്റെ നിറം ദൃശ്യവസ്തുക്കളിൽ ആരോപിക്കാതെ വസ്തുക്കളെ യഥാർത്ഥമായി കാണുന്ന, എല്ലാം പരമളിന്റെ വിലാസം മാത്രമെന്ന് കാണുന്ന സിദ്ധപുരുഷ ശുഭ അശുഭ കൽപ്പന തന്നെ ഉണ്ടാവാൻ വയ്യ. ഈ മനസ്സിന്റെ നിറം ദൃശ്യവസ്തുക്കളിൽ ആരോപിക്കാതെ, അത് എന്തുവന്ന് മനസ്സിലായോ? ഈ മനസ്സിന്റെ നിറം നമ്മൾ കാണുന്നതിന്, നമുക്ക് ഒരാളോട് ഇഷ്ടമാന്നിരിക്കട്ടെ, നമ്മൾ പറയും ഓ ഇവരൊക്കെ നല്ലവരാ, ഓ ഇവരൊക്കെ മോശം ആൾക്കാരാ, നമ്മളിങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്യും. ഇവരൊക്കെ നല്ലവരാ, ഇവരൊക്കെ മോശപ്പെട്ടവരാ. ആക്ച്വലായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഇഷ്ടവും അനിഷ്ടവും മറ്റുള്ളവർ കാണുക. എനിക്കൊരാളെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ എൻ്റെ ചില ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ വേറൊരാൾ കാണുമ്പോൾ എനിക്ക് അയാളോട് ഇഷ്ടമാണ്. എൻ്റെ മനസ്സിന് ചിലതൊന്നും ഇഷ്ടമല്ല, അത് എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അവരോട് ഇഷ്ടമല്ല. ഇപ്പൊ നമ്മൾ പക്ഷേ വ്യക്തികളെ എങ്ങനെ കാണുന്നയോ, നമ്മുടെ ഇതല്ല, അത് ഈ ഇഷ്ടവും ഇഷ്ടക്കെട്ടും നമ്മുടെ പ്രശ്നമാണ്, അവരെ കൊണ്ടല്ല. ഇപ്പൊ അവരെ ആ വ്യക്തികളായിട്ട് കാണാൻ ശ്രമിക്കും. എന്നിലും കൊണ്ടൊരു നല്ലതും ചീത്തയും, എന്നെയും കുറെ പേർക്ക് ഇഷ്ടമായിരിക്കും, കുറെ പേർക്ക് ഇഷ്ടമല്ലായിരിക്കും. അപ്പം എല്ലാവരിലും ഉണ്ട് ഈ ഒരു ഫാക്ടർ, നല്ലതും ചീത്തയും. അപ്പൊ നമ്മൾ ഇങ്ങനെ കാണാൻ ശ്രമിക്കണം. ഇപ്പൊ എല്ലാവരിലും ഉണ്ട് എല്ലാം, എന്നിലും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരു വിരലും അങ്ങോട്ട് ചൂണ്ടുമ്പോൾ 3 വിരൽ ഇങ്ങോട്ടാന്ന് പറയും. ഇത് കുറ്റവും തെറ്റും ഇല്ലാത്ത ആരുമില്ല. അങ്ങനെ നമ്മൾ കാണാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഒരു കോപ്പറേറ്റീവായിട്ട് ഒരു ഇനി വരും അത് യജ്ഞഭാവനയിൽ. പിന്നെ ഞാൻ എൻ്റെ സ്വാർത്ഥമായിട്ട് ചിന്തിക്കാതെ നമ്മൾ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും, ഓരോ കർമ്മങ്ങളും ചെയ്യാൻ തുടങ്ങും. ബുദ്ധിശൂന്യവും ആപത്കരവുമായ വൈകാരിക ബന്ധങ്ങളിൽ നിന്ന് വിരക്തനായി എന്നതുകൊണ്ട് നമ്മൾ പലതിൽ നിന്നും വിട്ടുമാറും. അത് ബ്രഹ്മനിഷ്ഠ കിട്ടത്തില്ല. മനസ്സിനെ ബാലൻസ്, ഇപ്പം നമ്മൾ പലതും സപ്രസ് ചെയ്യും. പല പ്രശ്നങ്ങളും വരുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യത്തില്ല, പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ പ്രശ്നങ്ങളായിരിക്കും, പക്ഷെ വെളി കാണിക്കാതെ ഇങ്ങനെ അടക്കിയിരിക്കും. അതും വളരെ തെറ്റാണ്. ഈ ബ്രഹ്മനിഷ്ഠയ്ക്ക് വേണ്ടി നമുക്ക് ഇതിനെ ഞാൻ മനസ്സിലാക്കണം. ഓരോന്ന് ഇതെന്താണെന്ന് കാര്യങ്ങളെ മനസ്സിലാക്കി വേണം മാനേജ് ചെയ്യേണ്ടത്, അല്ല സപ്രഷൻ അല്ല ചെയ്യേണ്ടത്. മനസ്സിനെ സന്തുലാസിൽ നിർത്തുകയാണ് മുഖ്യം. ശുഭവും അശുഭവുമായ അനുഭവങ്ങൾ ജീവിതത്തിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അവയെ തുല്യ നിലയിൽ കാണാൻ കഴിയണം. അത് സുഖദുഃഖേ, നമ്മൾ നേരത്തെ ഒരു ശ്ലോകം വന്നായിരുന്നു, സുഖദുഃഖേ സമീകൃത്വ ലാഭാലാഭോ ജയാജയോ. ഈ നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും 3 തലത്തിലാണ് നമുക്ക് അനുഭവങ്ങൾ നമുക്ക് വരുന്നത്. ചിലത് ശരീരത്തിന്റെ ലെവലില്, ചിലത് മനസ്സിന്റെ ലെവലില്, ചിലത് ബുദ്ധിയുടെ ലെവലില്. അപ്പം മനസ്സിന്റെ ലെവലിൽ എന്ന് പറഞ്ഞാൽ ശാരീരികമായി, മറ്റേത് വികാരപരമായി. മനസ്സിന്റെ ഒരു വികാരമാണ്, ബുദ്ധിയുടെ വെച്ച വിചാരമാണ്. ഈ രീതിയിൽ പല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ വരും. പക്ഷെ ഇതെല്ലാം എൻ്റെ കർമ്മഫലത്തിൽ നിന്ന് വരുന്നതാ. എന്നിൽ നിന്ന് പോയത് എന്നിൽ തന്നെ വന്നു ചേരും. അപ്പം ഞാൻ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലത് വരും, ഞാൻ ചീത്ത പ്രവൃത്തി കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ചീത്ത അനുഭവങ്ങൾ വരും. അപ്പം ഇപ്പം ഞാൻ അനുഭവിക്കുന്നത് നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ എന്നിൽ നിന്ന് പോയതാ. ഈ രീതിയിൽ കാണാൻ തുടങ്ങിയാൽ നമുക്ക് മറ്റുള്ളവരോട്, ഇപ്പം എന്നെ ഒരാളെ ഒന്ന് ദ്രോഹിക്കുന്നു, നമുക്ക് അയാളുടെ വൈരാഗ്യവും ശത്രുതയും ഉണ്ടാവും. ഞാൻ എന്നിൽ നിന്ന് പോയ ഒരു ശത്രുതയാണ്, അല്ലെങ്കിൽ എന്നെ ഒരു ദ്രോഹമാണ് വേറൊരാളെ എന്നെ ആ ദ്രോഹമായിട്ട് തിരിച്ചു വരുന്നത്. നമ്മൾ ഈ രീതിയിൽ കാര്യങ്ങളെ, ഈ സത്യങ്ങളെ മനസ്സിലാക്കിയാൽ നമുക്ക് ഇത് സത്യങ്ങളെ മനസ്സിലാക്കാതിരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവുന്നതിനെക്കാട്ടി ഭയങ്കര എഫക്റ്റ് കുറയും. ഇതൊന്നും സത്യം മനസ്സിലായില്ലെങ്കിലോ അവരോട് ഭയങ്കര വെറുപ്പും വിദ്വേഷവും. അതേസമയത്ത് നമ്മുടെ ഈ കാർമിക് എഫക്റ്റിന്റെ പ്രിൻസിപ്പിൾ അറിയാവുന്ന ഒരാൾക്ക് നമ്മൾ അനുഭവിക്കേണ്ടതാ, കാരണം എന്നിൽ നിന്ന് പോയതാ. നമ്മൾ ഒന്നും പിഴയ്ക്കാതെ ഓരോന്നും സംഭവിക്കും. നമ്മൾ ഉത്തരവാദികളെ ആയിരിക്കത്തില്ല, നമ്മൾ അതിനത്തിൽ ഒരു ഇതും ആയിരിക്കത്തില്ല, പക്ഷേ എനിക്ക് അനുഭവങ്ങൾ ഉണ്ടാവും.
അപ്പൊ നമ്മൾ വിചാരിക്കും, എന്തിനാ ദൈവം എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നേ? ഞാൻ ഞാൻ ഒന്നും കാരണമല്ല, എനിക്കറിയാം. 100% ഞാൻ അതിന് കാരണമല്ല. പക്ഷെ എന്നിൽ അടിച്ചേപ്പി എനിക്കിങ്ങനെ ഒരു പ്രശ്നം വന്നിരിക്കുന്നു. അപ്പം ഇത് എന്നിൽ നിന്നും പോയതാണ്. നമ്മൾ ആരെ കുറ്റം പറയാനാ? ആരോട് ശത്രുത പുലർത്താനാ? ഞാൻ ആർക്കോ കൊടുത്ത ഒരു വേണ്ടാത്ത ഒരു അനുഭവം, അതേ അനുഭവം വേറൊരാൾ എനിക്ക് വേണ്ടാത്ത ഒരു അനുഭവം എനിക്ക് വരും, ഒരാളിൽ നിന്ന് എനിക്ക് കിട്ടും. അപ്പോൾ അതിനെ വികാരത്തിൽ കാണാതെ വിവേകത്തിൽ കാണണം. നമ്മൾ ഇങ്ങനെ ഏത് അനുഭവം വന്നാലും അതിന് പ്രതിപ്രവർത്തനം ചെയ്യണം, അതിനുള്ള കർമ്മങ്ങൾ ചെയ്യണം. വികാരത്തിൽ ചെയ്യാതെ അതിന് വേണ്ട സൂട്ടബിൾ ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം. പക്ഷേ അത് വികാരത്തിലായിരിക്കരുത്. കാരണം ഇതിന്റെയൊക്കെ കാർമിക് എഫക്റ്റിന്റെ പ്രിൻസിപ്പിൾ അറിയാവുന്ന ഒരാള്, ഓക്കെ, അത് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇപ്പൊ ഇങ്ങനെ ഒരു അനുഭവം വരുന്ന എനിക്ക്, അതിന് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അത് ചെയ്യണം. അല്ലാതെ നമ്മുടെ ഈ വികാരങ്ങൾ, ഒന്നീ ദുഃഖം, അല്ലെങ്കിൽ ദേഷ്യം, അല്ലെങ്കിൽ ഇറിറ്റേഷൻ, അല്ലെങ്കിൽ അസൂയ, ഇതൊക്കെ വരും നമുക്ക്. അതിനെ ബേസ് ചെയ്ത് ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് കൂടുതൽ ദുരിതങ്ങളും, ഞാൻ കർമ്മഫലം ആർജിച്ചുകൊണ്ടേയിരിക്കും. കൂടുതൽ ദുരിതങ്ങളും വരും, കർമ്മഫലം കൂടുകയും ചെയ്യും. നമ്മൾ ഈശ്വരിൽ നിന്നും അകന്നു പോയിക്കൊണ്ടേയിരിക്കും. സുഖദുഃഖ സമ്മിശ്രമായ ജീവിതം, സുഖം മാത്രമേ വരാവൂ, ദുഃഖം വരരുത് എന്നാണ് ആഗ്രഹിക്കുന്ന വിവരക്കേടാണ്. രണ്ടും ഇതെല്ലാം കർമ്മഫലത്തിൽ നിന്ന് വരുന്ന, ഒരു ഈശ്വരൻ നമുക്ക് തരുന്നതല്ല. നമ്മുടെയൊക്കെ വിചാരം എന്തുവാ? ഈശ്വരൻ എന്നെ പരീക്ഷിക്കുകയാണ്. എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഇതൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. ഒരു പരീക്ഷണമല്ല. നമ്മൾ ഇന്നലത്തെ ഞാൻ ചെയ്തു കൂട്ടിയ കർമ്മത്തിന്റെ ഫലം ഇന്ന് അനുഭവിക്കുമെങ്കിൽ നമ്മളെ ഇന്നത്തെ കർമ്മങ്ങളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്നലെ കർമ്മത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന നല്ലതും ചീത്തയുമുള്ള അനുഭവങ്ങളിൽ നമ്മൾ കുടുങ്ങാതെ, ഞാൻ ഇന്ന് എങ്ങനെ കർമ്മം ചെയ്യണം? ഈ നല്ല അനുഭവങ്ങൾ വരുമ്പോഴും ഈ ചീത്ത അനുഭവങ്ങൾ വരുമ്പോഴും ഞാൻ അതിന് ഞാൻ കർമ്മം ചെയ്യണം. നല്ല അനുഭവം വരുന്നു, അപ്പം ആ നല്ല അനുഭവം വരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കർമ്മം ചെയ്യണം. എനിക്കൊരു ചീത്ത അനുഭവം വരുന്നു, അപ്പോഴും ഞാൻ കർമ്മം ചെയ്യണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ കർമ്മത്തില്, നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നതോ എൻ്റെ അനുഭവങ്ങളിലെ ഏട്ടാണ്. എനിക്ക് വരുന്ന നല്ലത് വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം, നമ്മൾ പിന്നെ നമ്മൾ ഇതൊന്നും ഓർക്കത്തില്ല. ദുഃഖം വരുമ്പോഴോ, അയ്യോ ഞാനിതില്ല. ഇത് രണ്ടിലും നമ്മൾ പൊങ്ങുതടി പോലെ മേളിലും താഴെയായിട്ട് ഇങ്ങനെ അവിടെ നിന്ന് എക്സോസ്റ്റ് ആവും. അതേ സമയത്ത് ഇതിൽ രണ്ടിലും അഫക്റ്റ് ആകാതെ നമ്മുടെ കർമ്മം എങ്ങനെ ചെയ്യണം? നമ്മളെല്ലാവരും ഭയക്കുന്നത് ഈശ്വരനെ. ഈശ്വരനെ ഭയക്കുവാണ് നമ്മൾ. അതേസമയത്ത് നമ്മൾ ഭയക്കേണ്ടത് നമ്മൾ കർമ്മങ്ങളെയാണ്. ഈശ്വരനെ ഭയക്കുന്നതിന്റെ അർത്ഥം എന്തുവാ? ഇപ്പൊ നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും യൂഷ്വലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുടങ്ങാതെ ഒരു ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് മുടങ്ങിക്കഴിഞ്ഞാൽ മുടങ്ങി, എന്തെങ്കിലും ഈശ്വര കോപം വരുമോ? ഇങ്ങനെയൊക്കെ ഈശ്വരനെ പ്രീതിപ്പെടുത്തുകയും നമുക്കത് ചെയ്യാതെ വന്നിരുന്ന ഈശ്വര കോപം ഉണ്ടാവുകയും, നമ്മൾ ഇങ്ങനൊരു ധാരണയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതേ സമയത്ത് നമ്മൾ ആരെയാ പേടിക്കേണ്ടത്? ഈശ്വരനെ അല്ല പേടിക്കേണ്ടത്. നമ്മൾ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളെയാ പേടിക്കേണ്ടത്. ഞാൻ എങ്ങനെയാ കർമ്മം ചെയ്യുന്നെന്നുള്ള നമ്മൾ ചിന്തിക്കുന്നില്ല. എനിക്കുണ്ടാകുന്ന വികാരം അനുസരിച്ച് ഞാൻ ആ വിവേകത്തിനെ ഉപയോഗിക്കുന്നതേ ഇല്ല. എങ്ങനെ വിവേകത്തിനെ ഉപയോഗിക്കാതിരിക്കുന്നതിന്? എനിക്ക് ഈ എമോഷൻസ് ഇങ്ങനെ, വികാരങ്ങൾ ഇങ്ങനെ വരുമ്പോഴേ അതിന് വരാൻ സ്പേസ് ഇല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വിവേകം എങ്ങനെ, നമ്മളിതെല്ലാം വികാരങ്ങളെല്ലാം കെട്ടടങ്ങുമ്പോൾ നമുക്ക് ഒരു ഡയറക്ഷൻ മനസാക്ഷി പറയും, ചെയ്ത് ശരിയായില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമായിരുന്നു. ആ സമയത്ത് അത് വന്നില്ല, ആ സമയത്ത് പ്രവർത്തിക്കേണ്ട സമയത്ത് അത് വന്നില്ല. അപ്പം നമുക്ക് അങ്ങനെ വരണമെന്നുണ്ടെങ്കിലോ നമ്മൾ കാര്യങ്ങളെ വ്യക്തമായി ധരിച്ച് കർമ്മങ്ങൾ ചെയ്യാൻ പഠിക്കണം. വികാരങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് കർമ്മം ചെയ്യാതെ വികാരത്തിനെ ഒരു പോസ് ചെയ്തിട്ട്, ആ വികാരം അതിന് ഒരു പോസ് ചെയ്യുമ്പോൾ തന്നെ അത് പതുക്കെ സബ്സൈഡ് ആവും. അപ്പൊ നമുക്ക് വിവേചന വിചാരം ഉണ്ടാവും. അപ്പൊ വികാരത്തിലിരിക്കുമ്പോഴോ ഒന്നി നമ്മൾ ദുഃഖമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യമായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള മൂഡിൽ നമ്മൾ ഓരോന്ന് പ്രവർത്തിച്ചു കൂട്ടും. അതേസമയത്ത് കുറച്ചൊന്ന് നമ്മളൊന്ന് അതിനൊരു ടൈം കൊടുത്താൽ നമ്മുടെ വികാരം പെട്ടെന്ന് കെട്ടടങ്ങും. കണ്ടിട്ട് ചിലർ ദേഷ്യപ്പെടും. ആ ദേഷ്യം എന്ന് അവർക്ക് അടക്കം കൂടി അതിൻ്റെ ഒരു ആധിക്യത്തിൽ പോകും. അപ്പോൾ അവർ എന്താ ചെയ്യുന്നത് അവർക്ക് അറിയത്തില്ല. അപ്പം നമുക്ക് ഏത് വികാരമാണ്, എൻ്റെ മൈൻഡിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ എപ്പോഴും നമ്മളിലോട്ട് നോക്കണം. നമ്മളിപ്പോൾ എങ്ങനെയാണ് നോക്കുന്നേ? വെളിയിലോട്ടാണ് നോക്കുന്നേ. അവരെന്തോ പറഞ്ഞു, അവരെന്തോ ധരിക്കും, പക്ഷെ എൻ്റെ മനസ്സിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ ചിന്തിക്കാറേ ഇല്ല. നമ്മുടെ മനസ്സിന് എന്താ സംഭവിക്കുന്നതെന്ന് നമ്മൾ ശരിക്കും
ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ നമ്മളെ കുറിച്ചായിരിക്കണം ചിന്തിക്കുന്നത്. നമ്മളിപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നതെല്ലാം വെളിയിലോട്ടാണ്. മറ്റുള്ളവർ, ആ സാഹചര്യം അവരെങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ അവരെന്തോ പറയും, ഇതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എൻ്റെ മനസ്സ് എന്ത് പറയുന്നു, ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ ഒരു വിചാരവും ഇല്ല. നമ്മുടെ ആ വികാരത്തിനനുസരിച്ച് ഞാൻ വല്ല ബുദ്ധിപരമായിട്ട് ചെയ്യുവാണെന്നുള്ള രീതി ചെയ്തു കൂട്ടുകയും ചെയ്യുന്നു. കാണിച്ചു കൂട്ടുന്നതെല്ലാം മണ്ടത്തങ്ങളായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അനുഭവം തിരിച്ചു വരും. നമ്മൾ ഓരോ വികാരങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചുള്ള ഞാൻ എൻ്റെ കർമ്മഫലത്തിനെ കൂട്ടിക്കൊണ്ടിരിക്കും, എൻ്റെ ദുരിതങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളൊരു നിസ്സംഗഭാവത്തിൽ ഈ ഏത് അനുഭവങ്ങളും അങ്ങനെ നിൽക്കത്തില്ല. അത് ഇതും മാറും. ഞാൻ എന്തിനു അപ്പം ഞാൻ കാര്യങ്ങളെ വ്യക്തതയോട് കാണാം. അതാണ് നിസ്സംഗഭാവം. കാര്യങ്ങളെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി പോകുന്നതിനെയാണ് നിസ്സംഗഭാവം എന്ന് പറയുന്നത്. നമുക്ക് സന്തോഷം ഉണ്ടാവും, സന്തോഷം ഉണ്ടായിക്കൂടാ, ദുഃഖം ഉണ്ടായിക്കൂടാ എന്നുള്ളതല്ല ഇതിൻ്റെ അർത്ഥം. സന്തോഷം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. പക്ഷേ നമ്മൾ വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ തുടങ്ങും. ദുഃഖം ഉണ്ടായാലും സന്തോഷം ഉണ്ടായാലും അസൂയ ഉണ്ടായാലും ഇതിനെയെല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ പഠിക്കും. അതേസമയത്ത് നമ്മൾ ഓരോ വികാരത്തിൽ ഈ സത്യങ്ങളൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലോ എനിക്ക് എന്തോ ഉണ്ടാവുന്ന എൻ്റെ ഏത് വികാരമോ ആ വികാരത്തിൽ ഞാൻ കർമ്മം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ദുരിതങ്ങൾ കൂടും. ഇതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. നമ്മുടെ മനസ്സിന് സമചിത്തത എന്ന് വെച്ചാൽ നിസ്സംഗഭാവം. നേരത്തെ ശ്ലോകത്തിന് പല രീതി പറയുന്നതേ ഉള്ളൂ. ലാഭാലാഭോ ജയാജയോ ആ എല്ലാത്തിനെയും ഒരേപോലെ കാണുന്ന അവസ്ഥ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ശുഭമോ അശുഭമോ അത് അത്ര ഇതിനകത്ത് ശ്ലോകത്തിൽ അതാ പറയുന്നത്. ഇത് അടുത്ത സമയം ഉണ്ടല്ലോ, 58. ലേഖ ചേച്ചിക്ക് വായിക്കാവോ അടുത്തത്? 58-ാമത്തെ വായിക്കാം. യഥാ സംഹരതേ ചായം കൂർമോംഗാനീവ സർവശഃ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യസ്തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. എപ്പോൾ ഈ യോഗി എല്ലാ വിഷയങ്ങളിൽ നിന്നും അവയവങ്ങളെ എന്ന പോലെ ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുന്നുവോ അപ്പോൾ അയാളുടെ പ്രജ്ഞ സ്ഥിരമത്രേ. അപകടകാരികളായ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ അതിസമർത്ഥമായി പിൻവലിക്കാൻ സ്ഥിതപ്രജ്ഞന് കഴിയുമെന്ന് ഒന്നാന്തരം ഒരു ഉപമയിലൂടെ വ്യക്തമാക്കുന്നു. ആപത് സൂചന കിട്ടുമ്പോഴേക്കും തന്റെ അവയവങ്ങളെ മുഴുവൻ ഉള്ളിലേക്ക് വലിച്ച് സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ആമയ്ക്ക് കഴിയുന്നത് പോലെ വിഷയങ്ങളുമായി അല്പമെങ്കിലും ബന്ധമുണ്ടാകുന്ന ലക്ഷണം കണ്ടാലുടൻ ഇന്ദ്രിയങ്ങളെ തന്നിലേക്ക് വലിക്കാൻ ബ്രഹ്മനിഷ്ഠന് കഴിയും. ചൈതന്യയുക്തമായ മനസ്സ് ഇന്ദ്രിയങ്ങൾ വഴി അവയുടെ വിഷയങ്ങളുടെ ആകൃതി സ്വയം കൈക്കൊള്ളുമ്പോഴാണ് നമുക്ക് വിഷയജ്ഞാനം ഉണ്ടാവുന്നത്. 5 ഛിദ്രങ്ങളുള്ള ഒരു കുടത്തിനുള്ളിൽ ജ്വലിക്കുന്ന ദീപത്തിന്റെ പ്രഭാനാളം ഛിദ്രങ്ങളിലൂടെ വെളിയിൽ കടന്ന് അവയ്ക്കെതിരെയുള്ള വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നത് പോലെ അന്തരാത്മാവ് ശരീരത്തിലെ ഇന്ദ്രിയ ദ്വാരങ്ങളിലൂടെ വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നു. അങ്ങനെ നാം കണ്ണിലൂടെ രൂപത്തെയും, ചെവിയിലൂടെ ശബ്ദത്തെയും, മൂക്കിലൂടെ ഗന്ധത്തെയും, നാക്കിലൂടെ രസത്തെയും, ത്വക്കിലൂടെ സ്പർശത്തെയും അറിയുന്നു. ബാഹ്യലോകം വിഷയങ്ങളുടെ രൂപത്തിൽ ഇന്ദ്രിയ കവാടങ്ങളിലൂടെ കടന്നു വന്ന് മനസ്സിൽ കോളിളക്കം സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് മനുഷ്യന് അസ്വസ്ഥത അനുഭവപ്പെടുന്നത്. ലോകൈക സുന്ദരി തന്നെ മുന്നിൽ വന്നു നിന്നാലും കുരുടന് ചാഞ്ചല്യമില്ല. കാരണം കണ്ണില്ലാത്തവന്റെ ഉള്ളിൽ രൂപത്തിന് കടന്നു ചെല്ലാനാവില്ല. ഞാൻ ബധിരനാണെങ്കിൽ എന്നെപ്പറ്റി മറ്റുള്ളവർ കുറ്റം പറയുന്നത് എന്നെ വിഷമിപ്പിക്കത്തില്ല. കാണാത്ത, കേൾക്കാത്ത, സ്പർശിക്കാത്ത, മണക്കാത്ത, രുചിക്കാത്ത വിഷയങ്ങൾ മനസ്സിനെ അലട്ടില്ലെന്നർത്ഥം. വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ യഥേഷ്ടം പിൻവലിക്കാൻ കഴിവുള്ളവനത്രേ സ്ഥിതപ്രജ്ഞൻ. ഈ കഴിവിനെ യോഗശാസ്ത്രത്തിൽ പ്രത്യാഹാരം എന്ന് പറയും. യമം, നിയമം, ആസനം, പ്രാണായാമം എന്നീ സാധനങ്ങൾ വഴി യോഗികൾ ഇത് വശമാക്കുന്നു. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ
യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതി എന്ന നിലയിൽ എങ്ങും ഈശ്വര ലീലകൾ കണ്ടും എപ്പോഴും ഈശ്വര കഥകൾ കേട്ടും ജീവിക്കുന്ന ഭക്തന്മാർക്ക് ഈ അവസ്ഥ എളുപ്പം കൈവരും. വേദാന്തികൾ വിവേക വിചാരം വഴി വിഷയസുഖങ്ങൾ നശ്വരങ്ങളും ക്ഷണികങ്ങളുമാണെന്നും ആത്മാനന്ദമാവട്ടെ നിത്യവും നിരതിശയവുമാണെന്നും അറിഞ്ഞ് ഈ അവസ്ഥ കൈവരിക്കുന്നു. നമ്മൾ എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ നമ്മൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരു വിഷയത്തിനെ ഗ്രഹിക്കുന്നത് നമ്മൾ 5 ഇന്ദ്രിയങ്ങളിൽ കൂടാ. അപ്പം ഓരോ ഇന്ദ്രിയത്തിന്റെ രീതിയിലും ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ അതിനനുസരിച്ച് നമ്മൾ അതിനെ വിഡ്രോവൽ പഠിക്കണം. നമ്മളിപ്പം ഈ ചെയ്യുന്നത് വിഡ്രോവൽ അല്ല. നമ്മൾ ഒരു ഇന്ദ്രിയ സുഖത്തിന്റെ പുറകെ നമ്മൾ ഒരു കൺട്രോൾ ഇല്ലാതെ പോവുക. അപ്പൊ ഒരു ആമ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും അതിന്റെ ഒരു തടസ്സങ്ങൾ, എന്തെങ്കിലും ഒരു അപായ സൂചന കിട്ടിക്കഴിഞ്ഞാൽ അത് തലയും കൈയും കാലും ഒക്കെ ഉള്ളിലോട്ട് വലിക്കും. പിന്നെ സേഫാണത്. അതിനെന്തെങ്കിലും പറ്റിയാൽ പോലും അതിന് ഉണ്ടാവത്തില്ല. കാരണം എന്ന് പറയുന്നത് പോലെ ഒരു ഉദാഹരണം കൊണ്ടുവരിക. നമ്മൾ എങ്ങനെയാണ് വിഡ്രോ നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു, നമുക്ക് ദേഷ്യം വരുന്നു. ആ ദേഷ്യത്തെ നമ്മൾ ആ സിറ്റുവേഷൻ ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വഷളാവും അത്. അപ്പം നമ്മൾ അതിനെ ബാലൻസ് ചെയ്യുന്ന ഒരു രീതിയാണ് പറയുന്നത്. സപ്രഷൻ അല്ല, ബാലൻസ് ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. നമ്മൾ ഒരു വിഡ്രോവൽ. ഈ കൃഷ്ണൻ തന്നെ ഒരു ഭാഗവത്തിൽ പറഞ്ഞിട്ട് പലയിടത്തിലും തിരിഞ്ഞോടുന്നുണ്ട് ശത്രുവിൻ്റെ അടുത്തിട്ട് അങ്ങനെ. പക്ഷെ അത് ശരിക്കുള്ള തിരിഞ്ഞോട്ടമല്ല. നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പ്രവർത്തിക്കാതിരിക്കും. ചിലടത്ത് പ്രവർത്തിക്കണം, ചിലടത്ത് പ്രവർത്തിക്കാതിരിക്കണം. ഈ ഒരു ബാലൻസിങ് നമ്മൾ അറിയണം. നമ്മൾ ചിലടത്ത് പറയേണ്ടതുണ്ട്, ചിലടത്ത് ഇപ്പം നമ്മളങ്ങനെ അറിയാമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രശ്നം ഉണ്ടാവുന്നു, ദേഷ്യം വന്ന് പലതുമൊക്കെ വികാരത്തിന് പലതും നമ്മൾ ചെയ്തു കൂട്ടുന്നു. രാത്രിയാകുമ്പോഴോ അയ്യോ ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ ചെയ്യണമായിരുന്നു. ഈ ഒരു കൺസെപ്റ്റ് പിടികിട്ടിടുന്നുണ്ടെങ്കിൽ ഞാൻ വികാരത്തിൽ നിന്ന് മാറാൻ പഠിക്കണം. വികാരത്തിൽ നിന്ന് മാറുക എന്ന് വെച്ചാൽ ആ വികാരത്തിൽ നിന്ന് ഞാൻ വിഡ്രോയിൽ പഠിക്കണം. അതാണ് ഒരു ആമ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു അപായ സൂചന കിട്ടിയാൽ ഇപ്പം എനിക്ക് ദേഷ്യം വരുന്നു, ആ ദേഷ്യത്തിൽ ഞാൻ ഇങ്ങനെ വെളിയിലോട്ട് പോകാൻ തുടങ്ങിയാൽ, അതിനനുസരിച്ച് ഞാൻ കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ എനിക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും, ആപത്ത് കൂടും. ആ ദേഷ്യത്തിലുള്ള വികാരത്തിനെ ഞാൻ വിഡ്രോ ചെയ്യാൻ പഠിക്കണം. ഇപ്പം നമ്മുടെ ഏത് അനുഭവങ്ങളും ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. ഈ ഏത് അനുഭവങ്ങളായിക്കോട്ടെ, ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയാണ് നമുക്ക് അതെല്ലാം വരുന്നത്. ഏത് ഇതായിക്കോട്ടെ, ഏത് അനുഭവങ്ങളും ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വികാരങ്ങളെ നമ്മൾ മാനേജ് ചെയ്യാൻ തുടങ്ങിയാൽ, ഇപ്പൊ ഈ 5 ഇന്ദ്രിയങ്ങളായിട്ട് ഈ അനുഭവങ്ങൾ വരുമ്പോൾ അത് മനസ്സ് പ്രതികരിക്കുന്ന നമ്മുടെ ഈ വികാരവും വിവേകവുമാണ്. മനസ്സിന്റെ പ്രതികരണം 2 രീതിയിൽ വരാം. വികാര രീതിയിലും പ്രതികരിക്കാം, വിവേക രീതിയിലും പ്രതികരിക്കാം. എന്തുകൊണ്ട് നമ്മൾ വികാര രീതിയിൽ പ്രതികരിച്ചു പോകുന്നു? നമ്മൾ ഇതിനെ മാനേജ് ചെയ്യാൻ പഠിക്കുന്നില്ല, വിഡ്രോവൽ പഠിക്കുന്നില്ല. എനിക്ക് ദേഷ്യം വരുന്നു, ദുഃഖം വരുന്നു, ഓരോ അനുഭവങ്ങൾ എനിക്ക് വരുമ്പോഴേ ഒരു വിഡ്രോവൽ ഞാൻ പോസ് ചെയ്യാൻ പഠിക്കുന്നില്ല. ആ വികാരത്തിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ എനിക്ക് ആപത്തായിട്ടുള്ള രീതിയിലായിരിക്കും അത് പോകുന്നേ. അപ്പൊ എന്തുകൊണ്ട് ആമ ഇതിനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എന്തുകൊണ്ടാണ് കയ്യും കാലം പിടിക്കുന്നത്? അതിന് സുരക്ഷിതമായിട്ടിരിക്കണം എന്ന് പറഞ്ഞ പോലെ നമ്മൾ സുരക്ഷിതവും നമുക്ക് ശാന്തതയും വേണമെന്നുണ്ടെങ്കിൽ ചിലടത്ത് നമ്മൾ പ്രവർത്തിക്കണം, പ്രവർത്തിക്കേണ്ടാത്തടത്ത് പ്രവർത്തിക്കരുത്, പറയേണ്ടടുത്ത് പറയണം, പറയേണ്ടാത്തടത്ത് പറയരുത്. ഈ ഒരു മാനേജ്മെന്റ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബാലൻസിങ് നമ്മളെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങണം. നമുക്ക് ഏത് അനുഭവങ്ങൾ വരുമ്പോഴും നമ്മൾ വെളിയിലോട്ട്, ഇപ്പോഴത്തെ നമ്മുടെ ട്രെൻഡ് എന്തുവാ? വെളിയിലോട്ട് നോക്കുക. നമ്മൾ വെളിയിലാണ് അസസ്മെന്റ് ചെയ്യുന്നത്. നമ്മളെ അസസ് ചെയ്യാൻ തുടങ്ങണം. അതൊരു വിഡ്രോവലാണ്, ഒരു ഇന്നർ ജേണിയാണത്. എനിക്കെന്ത് സംഭവിക്കുന്നു ഈ ഒരു രീതിയിൽ. അതാണ് ആത്മീയത. നമ്മൾ ഈ ഭൗതികതയും ആത്മീയതയും നമ്മൾ രണ്ടും വ്യത്യസ്തമല്ല. ഈ ഭൗതികതയും, അതുകൊണ്ടാണ് എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനതുര എന്ന് പറയുന്നത്. ഈ ആത്മീയതയാണ് വിഡ്രോവൽ. എങ്ങനെ വിവേകത്തിൽ പ്രവർത്തിക്കുന്നതാണ് ആത്മീയത എന്ന് പറയുന്നത്. വികാരത്തിൽ പ്രവർത്തിക്കുന്നത് ഭൗതികതയാണ്. നമ്മൾ ഈ വെളിയിലോട്ട് മറ്റുള്ളവരെന്തോ വിചാരിക്കും, നമ്മുടെ ചില അസസ്മെന്റ് ആണ് വെളിയിലോട്ടുള്ള. നമ്മുടെ ഉള്ളിലും എന്താണ് നടക്കുന്നത് അതിനും വേണം. രണ്ടിനെയും ബാലൻസ് ചെയ്ത് പോകുമ്പോഴാണ് അതാ സമചിത്തത. എനിക്ക് സന്തോഷം വരുമ്പോൾ ആ സന്തോഷത്തിന്റെ ആധിക്യം വരുന്നു. അപ്പോൾ ഈ സന്തോഷവും മാറുന്നതാണ്. ഞാൻ കിടന്ന് അധികം ആനന്ദിക്കേണ്ട കാര്യമില്ല.
ഈ സുഖാനുഭവം മാറും. പിന്നെ ഞാൻ ഇതിന് അതിയായിട്ട് ആഗ്രഹം അതുപോലെ ഒരു ദുഃഖാനുഭവം വരുമ്പോഴേ നമ്മൾ അതിനകത്തോട്ട് അങ്ങ് കൂപ്പുകുത്തുക മനസ്സ്, ഈ അനുഭവം മാറും എനിക്ക്. അപ്പൊ നമ്മൾ ഇതിനെ കാര്യങ്ങളെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്നിൽ നടക്കുക ഈ ഇത് ഒരു കർമ്മ രഹസ്യമായത്. നമ്മൾ എങ്ങനെ കർമ്മം ചെയ്യണം, ഈ കർമ്മം ചെയ്യുന്നതിൽ കൂടാണ് എനിക്ക് എൻ്റെ നാളത്തെ ഫലം നിശ്ചയിക്കുന്നത്. ഇന്നലത്തെ കർമ്മത്തിന്റെ ഫലം ഞാൻ ഇന്ന് അനുഭവിക്കുന്നെങ്കിൽ ഇന്ന് ഞാൻ എങ്ങനെ കർമ്മങ്ങൾ ചെയ്യണേ, അത് മാനേജ്മെന്റ്, ആ കർമ്മം ചെയ്യുന്ന എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു മാനേജ്മെന്റ് ടെക്നിക്കാ. ഇതാണ് കൃഷ്ണൻ പറഞ്ഞു തരുന്നത്. അടുത്ത കർമ്മയോഗത്തിൽ വ്യക്തമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഇന്ദ്രിയങ്ങളെ കയ്യും കാലും തലയൊക്കെ പുറകോട്ട് വലിക്കുന്ന പോലെ നമ്മൾ ഇന്ദ്രിയങ്ങളെ, ഈ ഇന്ദ്രിയത്തിൽ കൂടെ ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ നമ്മൾ പ്രതികരിക്കുന്നതിനെ നമ്മൾ അത് വിഡ്രോയിൽ വരണം. നമ്മൾ അങ്ങനെ അങ്ങ് വെളിയോട്ട് പൊയ്ക്കൊണ്ടിരുന്നാൽ അത് വികാരമാണ്. വിഡ്രോവൽ ചെയ്യണം. നമ്മൾ അതാ പോസ് ചെയ്യുമെന്ന് പറഞ്ഞ് മാനേജ്മെന്റ് അതിനെ നമ്മുടെ വികാരത്തിനനുസരിച്ച് തുറന്നു വിടുന്നത് വിഡ്രോവൽ അല്ല. നമ്മൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീങ്ങും. നമ്മൾ വികാരത്തിൽ കർമ്മങ്ങൾ ചെയ്ത് കൂട്ടിയാൽ നമ്മൾ ഈ കള്ളം പറയുന്ന പോലെ ഒരു സത്യം പറയുന്ന നമ്മൾ കള്ളം പറഞ്ഞ ആ കള്ളത്തിനെ നമ്മൾ സ്ഥാപിക്കാൻ പല കള്ളങ്ങൾ ചെയ്യേണ്ടി വരും. നമ്മൾ കൂടുതൽ നമ്മൾ പ്രശ്നങ്ങളിലോട്ട് പോകും. അതേസമയത്ത് സത്യത്തിൽ നിന്നാലോ നമുക്ക് പിന്നെ ഭയക്കേണ്ടതില്ല. സത്യം പിന്നെ അവിടെ ഒരു ഭയമില്ല. മറ്റേതിൽ കള്ളം പറഞ്ഞാലോ നമുക്കൊരു ഭയം വരും, എന്നെങ്കിലും ഇത് വെളിയിൽ വരുമോ, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും സ്വസ്ഥതയില്ല. അപ്പൊ നമ്മളെ വിവേകത്തിൽ പ്രവർത്തിച്ചാൽ നമുക്ക് സ്വസ്ഥതയുണ്ടാവും, വികാരത്തിൽ പ്രവർത്തിച്ചാൽ നമുക്ക് ദുരിതവും ഉണ്ടാവും. അപ്പൊ ഇതിന് നല്ലൊരു ഉദാഹരണത്തിൽ കൂടാണ് പറയുന്നത്. നമ്മൾ ഇങ്ങനെ ഇതിന് ഒരു ആമയെ കണ്ട് പഠിക്കണം എന്ന് പറയുന്നു കൃഷ്ണൻ. ഘട്ടങ്ങളെല്ലാം ഇതെല്ലാത്തിനെയും അവയവങ്ങളെ ഉള്ളിലോട്ട് വലിച്ച് അതിനെ സുരക്ഷിതമായിട്ട് പോകുന്നു. അതുപോലെ നമ്മളെ ഏത് സാഹചര്യത്തിൽ നമ്മൾ സുരക്ഷിതരാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം. നമ്മൾ വിഡ്രോവൽ ഇല്ല. നമ്മൾ ഓരോന്നും വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് കർമ്മം ചെയ്യുന്നു. വികാരം നമ്മൾ എക്സ്പ്രസ് ചെയ്യുക, എക്സ്പ്രഷൻ ഉള്ളതാ, പക്ഷേ കർമ്മത്തിന് വേണ്ടി അത് ഉപയോഗിക്കുന്നു. വികാരം പ്രകടിപ്പിക്കാനുള്ളതാ. ഒരു ദുഃഖം വരുന്നു, ഒരു മരണം വീട്ടിൽ പോകുന്നു, നമ്മൾ ദുഃഖം പ്രകടിപ്പിക്കണം. നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ആർക്കെങ്കിലും ഒരു കല്യാണ വീട്ടിലെ ഒരു സന്തോഷം പ്രകടിപ്പിക്കണം. അപ്പം ഇതിനെ ആ സാഹചര്യം അനുസരിച്ച് നമ്മൾ പ്രകടിപ്പിക്കാനുള്ള ഇതാണ് വികാരം, അല്ലാതെ പ്രവർത്തിക്കാനുള്ളതല്ല. പക്ഷെ നമ്മുടെ ഈ വികാരങ്ങൾ അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു കൂട്ടുന്നു. നമുക്ക് ഒരാളോട് ദേഷ്യമാണെങ്കിൽ, ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ, എന്തുകൊണ്ട് ഞാൻ അയാളെ ഇഷ്ടപ്പെടുന്നില്ല? എന്നിലുള്ള അതിന്റെ കാരണം അയാളല്ല, ആ കാരണം എന്നിൽ തന്നെ ഉള്ളതാ. എനിക്കൊരാളെ ഇഷ്ടമാണെങ്കിലോ അതും അയാളുടെ നല്ലത് കൊണ്ടല്ല, എന്നിലുള്ള ചില ക്വാളിറ്റി ഞാൻ അയാൾ കാണുന്നുണ്ടാ. നമ്മള് ഓരോരുത്തരെയും നല്ലവരും ചീത്തയും നമ്മൾ മുദ്ര കുത്തുവാണ്. വെളിയിലോട്ടാണ് നമ്മൾ നോക്കുന്നത്, നമ്മൾ ഉള്ളിലോട്ട് നോക്കുന്നില്ല. എന്നിലുള്ളത് തന്നെയാണ് ഞാൻ അതിന് മുമ്പേ പറഞ്ഞേ, മനസ്സിന്റെ നിറം ദൃശ്യവസ്തുക്കളിൽ ആരോപിക്കുക. നമ്മൾ മനസ്സിന്റെ ചില ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മറ്റുള്ളവരിൽ അവർ നല്ലതാണ്, ഇവർ നല്ലത്, നമ്മൾ ഇങ്ങനെ മുദ്ര കുത്തുകയാണ്. ഇത് രണ്ടും എന്നിലുള്ളതാണ്, നമ്മൾ മറ്റുള്ളവരിൽ ആരോപിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കാര്യങ്ങളെ വ്യക്തതയോടെ കണ്ടാൽ നമുക്ക് മനസ്സ് ബാലൻസ്ഡ് ആവും. ഈ മനസ്സ് എങ്ങനെയാണ് ഈ ബാലൻസ്ഡ് സ്റ്റേറ്റിൽ കൊണ്ടുവരുന്നുള്ള പല ഉദാഹരണത്തിലൂടെ കൊണ്ടുവരിക. നമ്മൾക്ക് ചുമ്മാതെ ബാലൻസ് ചെയ്താൽ എങ്ങനെ ബാലൻസ് ചെയ്യും? പല രീതിയിൽ നമ്മൾ ഇതിനെ ഉൾക്കൊള്ളണം. അതിനുവേണ്ടി പറയുന്ന ഓരോ ശ്ലോകങ്ങളായത് സമചിത്തത കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് ഇപ്പം സമചിത്തതയിലല്ല. കാരണം മനസ്സിങ്ങനെ വികാരത്തള്ളിച്ചിലിരിക്കുക. ആ വികാരത്തള്ളിച്ചത് മാറണം. ഏത് വികാരങ്ങളായാലും, ഏത് ഇന്ദ്രിയ സുഖത്തിന് അതൊരു വികാരമാണ്. ഈ ഏത് ഇന്ദ്രിയ സുഖത്തിന്റെ കൂടെ നമുക്ക് വികാരത്തിൽ കർമ്മം ചെയ്യുന്നുണ്ട്. ഓരോന്നിന്റെയും പോകുമ്പോൾ അമിതമായി പോകുന്നു, ആ വികാരം തള്ളിച്ച വരുന്നു. നമുക്കൊരു സുഖം ഇഷ്ടമാണ്, ആ സുഖമുള്ളത് പിന്നെയും കിട്ടുന്നുള്ള രീതിയിൽ അതിനോട് ആസക്തി വരുന്നു. ആസക്തിയാണ് ഒഴിവാക്കേണ്ടത്. നമ്മുടെ ആഗ്രഹങ്ങളെ ഒഴിവാക്കാൻ കൃഷ്ണൻ പറയുന്നില്ല. ഒരു ആഗ്രഹം ഉണ്ടായാൽ അത് സാധിച്ചേ പറ്റൂ എന്നുള്ള ഒരു ആസക്തി, അറ്റാച്ച്മെന്റ് അതിനോടെ, അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ പ്രശ്നങ്ങൾ ചാടുന്നത്. അതേസമയത്ത് ഈ ആസക്തി ഉപേക്ഷിക്കണം. ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. ആസക്തി ഇല്ലാതെ നമ്മൾ ഈ ആഗ്രഹങ്ങൾ സാധിക്കുമ്പോൾ നമുക്ക് പതുക്കെ ആഗ്രഹങ്ങളുടെ ഇന്റൻസിറ്റി കുറഞ്ഞു വരും. അങ്ങനെയാണ് ഈ ബ്രഹ്മനിഷ്ഠൻ ഒന്നുമില്ലെങ്കിലും ഭൗതികം വെളിയിലുള്ള ഒരു വിഷയങ്ങളില്ലെങ്കിലും എന്നിൽ ഞാൻ രമിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാത്? ഞാൻ എന്നിൽ തന്നെ ഈ വിഷയങ്ങളിൽ നിന്ന് അല്ല എനിക്ക് സുഖം കിട്ടുന്നത്,
ഈ എന്നിലുള്ള ഈ പരമാത്മ ചൈതന്യത്തിൽ നിന്നുള്ള സുഖമാണ് ഞാൻ വെളിയിലോട്ട് ആരോപിക്കുക ഇന്ദ്രിയങ്ങളിൽ കൂടെ. അതിൽ ഞാൻ ഇത് കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്തിയാൽ എനിക്ക് ദുരിതത്തിലോട്ടാണ് ഞാൻ പോകുന്നത്. എന്നിലുള്ള സുഖം ഈ ഇന്ദ്രിയങ്ങളിൽ കൂടെ ഞാൻ വെളിയിലുള്ള വിഷയങ്ങളിൽ സുഖം കണ്ടെത്തുമ്പോൾ ഉള്ളിലുള്ള ഇതിനെക്കാട്ടിൽ പരമമായ ശ്രേഷ്ഠമായ ഒരു സുഖാവസ്ഥയുണ്ട്, ഒരു ശാന്താവസ്ഥയുണ്ട്. അതിനെ ഞാൻ ഐഡന്റിഫൈ ചെയ്യാതെ ഈ വെളിയിലുള്ള വിഷയങ്ങളിലോട്ട് പോയി ഞാൻ രമിക്കുമ്പോഴാണ് ഞാൻ ദുരിതത്തിലോട്ടാകുന്നത്. ഇതിനെ വിഡ്രോവൽ ചെയ്യാൻ പഠിക്കണം. ഇതാണ് ഇതിനകത്ത് പറയുന്നത് ഈ ശ്ലോകത്തിൽ. ആർക്കും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഈ ശ്ലോകത്തിനെ കുറിച്ച്? ഇതിനു മുമ്പ് നമ്മളിപ്പോ 2 ശ്ലോകങ്ങൾ പറഞ്ഞതിനകത്തെ ആ. ആദ്യം പറഞ്ഞത് അനുഭവങ്ങളെ ഫേസ് ചെയ്യുന്നതല്ലേ? അതെ എന്ത് അനുഭവം വന്നാലും അതെ ആദ്യത്തെ ശ്ലോകത്തിനകത്ത് പറഞ്ഞത് അതെ. നമ്മൾ അനുഭവങ്ങൾ ഏത് അനുഭവമാണെങ്കിലും നമ്മള് അശുഭവും, ശുഭമായിട്ടുള്ള അനുഭവങ്ങളും അശുഭമായിട്ടുള്ള അനുഭവങ്ങളും അനുഭവങ്ങളെ ഫേസ് ചെയ്യുന്നത് നമ്മുടെ കർമ്മത്തിന്റെ ഇതാണ് വരുന്നതെന്നുള്ള ഒരു അനുഭവത്തിൽ നമ്മൾ അതിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക, എന്നാൽ കർമ്മം തുടർന്നുകൊണ്ടിരിക്കുക. അതെ. പിന്നെ ഇപ്പൊ പറഞ്ഞത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ കണ്ണിന് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ, കേൾവിക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മുടെ വാസനകളാണ് നമുക്ക് ഈ ഇന്ദ്രിയങ്ങളിൽ കൂടെ നമുക്ക് ഇഷ്ടം തോന്നിക്കുന്നത്, അല്ലേ? കണ്ണിൽ കൂടെ നമ്മൾ ചിലത് കാണുമ്പോൾ നമുക്ക് ഇഷ്ടം തോന്നും, നമ്മുടെ വാസനകളുടെ ഒരു പ്രതിഫലനമല്ലേ നമ്മളുടെ. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, ഒരു എക്സാമ്പിൾ പറഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. ഇപ്പൊ നമ്മളെ കുറിച്ച് നമ്മൾ ഒരിടത്തോട്ട് ചെല്ലുന്നു, നമ്മളെ കുറിച്ച് ആരോടോ മോശപ്പെട്ട ഒരു അഭിപ്രായം പറയുന്നു. ഞാൻ എന്റെ ചെവി കൊണ്ടല്ലയോ കേൾക്കുന്നത്? അല്ലെങ്കിൽ എന്നെ കളിയാക്കി ആരണ്ടോ ഒരു ഗോഷ്ടി കാണിക്കുന്നു, മറ്റുള്ളവർ ഏതാണ്ട് വരുന്നുണ്ട്. ഇപ്പൊ ഞാനൊന്ന് കാണുന്നു, ഈ അനുഭവങ്ങളെല്ലാം വരുന്ന ഏതെങ്കിലും ഒരു ഇന്ദ്രിയത്തിൽ കൂടാ. അല്ല, ഇപ്പൊ പറഞ്ഞത് യാമയുടെ പോലെ ഇന്ദ്രിയങ്ങൾ ഉള്ളിലോട്ട് വലിക്കണം എന്ന് പറഞ്ഞത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുടെ പുറകിൽ പോവാതെ, അതല്ലേ ഉദ്ദേശിക്കുന്നത്? അല്ല, ചീത്ത കാര്യങ്ങളല്ല, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുമല്ലോ. ഇഷ്ടമില്ലാത്തതിന് മാത്രമല്ല, ഇഷ്ടമുള്ളതിലും ഉള്ള കാര്യം, രണ്ടിലും ഉള്ള കാര്യമാണ്. അതാണ് ഇഷ്ടമാണ്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യും, പക്ഷെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നെ അതിനകത്തോട്ട് അട്രാക്റ്റഡ് ആയി പോത്തില്ല. അപ്പൊ അത് വരാതെ നമ്മളെ അതിനെ വലിക്കുന്നതല്ലേ ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയുന്നത്. അതാണ് ചോദിച്ചത്. ഈ ഇഷ്ടമല്ലാത്ത കാര്യത്തിൽ നമ്മൾ ചെയ്യത്തില്ലെന്നുള്ളതല്ല, നമ്മൾ അതിനെ കൂടുതൽ വെറുക്കും. നമുക്ക് ഇഷ്ടമല്ലാത്തതിന് അപ്പൊ ഒരാളെ എനിക്കൊരു ഇഷ്ടമില്ലായ്മ ഉള്ളിലുണ്ടെങ്കിൽ അത് ഞാൻ വേറൊരാളിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അയാളല്ലെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയെല്ലാം ഞാൻ ആ രീതിയിൽ അയാളെ കാണത്തുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് ആമയുടെ ഉദാഹരണം പറഞ്ഞില്ലേ? ഒരാളെ ഞാൻ വെറുക്കുന്ന, കൂടുതൽ വെറുത്താലും അയാളെ എപ്പോഴും അങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ അതും എനിക്ക് ആപത്താ. ഒരാളെ എനിക്ക് ഇഷ്ടമാണ്, അയാളോട്ട് ഭയങ്കരമായിട്ട് ആയിക്കഴിഞ്ഞാലും എനിക്ക് ആപത്താ. രണ്ടിലും ഉണ്ട്. ഇതെല്ലാം ഈ അനുഭവങ്ങളെല്ലാം ഏതെങ്കിലും ഒരു ഇന്ദ്രിയത്തിൽ കൂടെ നമ്മൾ കണ്ടില്ലയോ? ചിലത് പറയുന്നില്ലയോ, ഞാൻ കണ്ടതാ. നമ്മൾ പറയും ഞാൻ കണ്ടതല്ലേ, അല്ലെങ്കിൽ ഞാൻ കേട്ടതല്ലയോ. കേട്ടതെല്ലാം ശരിയാവണമെന്നുണ്ടോ? കണ്ടതെല്ലാം ശരിയാവണമെന്നുണ്ടോ? അതാ പറയുന്നത്, നമ്മൾ അതിനെ വെച്ചിട്ട് അതാ പറയുക, ഇതൊക്കെ നമ്മുടെ വികാരങ്ങളിലോട്ട് അറ്റാച്ച്ഡ് ആകുക. അങ്ങനെ ആകരുത്. അതാണ് വിഡ്രോവൽ. ഇതിനെ പഠിക്കുന്നത്. വിഡ്രോവലിന്റെ ഉദ്ദേശം എന്തുവാ? അതിനെ ആ വികാരത്തിൽ നിന്ന് നമ്മൾ പിൻവലിയണം. ദേഷ്യമായാലും വിഷമമായാലും അസൂയായാലും ഏത് തരം വികാരങ്ങൾ നമ്മളെ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കും. വിഡ്രോവൽ വേണം. ഇപ്പൊ പറഞ്ഞ ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് വിഡ്രോ ചെയ്യണം എന്നാണോ? ഇന്ദ്രിയ സുഖവും ഉണ്ട്, ഇന്ദ്രിയ ദുഃഖവും ഇല്ലേ? ഉണ്ട്. അല്ല, അത് ഞാൻ ചോദിച്ചത്. ഇപ്പൊ പറഞ്ഞത് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് ഇന്ദ്രിയ സുഖങ്ങളിൽ ഓവർ അറ്റ് പോകുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ വിഡ്രോ ചെയ്യണം എന്നുള്ളതാണോ ഉദ്ദേശിച്ചതെന്ന് ഞാൻ ചോദിക്കുന്നത്? മാത്രമല്ല, ദുഃഖങ്ങളിൽ വരുമ്പോഴും അങ്ങനല്ലേ? അതിനകത്ത് നിന്ന് വിഡ്രോ ചെയ്യണം. ഞാൻ ദുഃഖത്തിലോട്ട് ആഴ്ന്നു പോകരുത്, സുഖത്തിലോട്ട് ആഴ്ന്നു പോകരുത്. വിഡ്രോയിൽ വേണം. രണ്ടിനും അതിൽ പറഞ്ഞേ, രണ്ടിനും സുഖത്തിലോട്ട്